കടുത്ത ഒരു ഏകാന്തതയെ എങ്ങനെ അതിജീവിക്കും എന്നുള്ളതിന്റെ ഒരു ചിന്തയിൽ നിന്നാണ് എഴുത്ത് ഒരു മാർഗമായി ഞാൻ തെരഞ്ഞെടുക്കുന്നത്. 57-ാം വയസ്സ് മുതലാണ് താങ്കൾ എഴുത്ത് തുടങ്ങിയതെന്ന് കേട്ടിട്ടുണ്ട്. ഒരു എഞ്ചിനീയർ ആയ താങ്കളുടെ എഴുത്ത് അത്രയും ക്രൈം നോവലുകളാണെന്നതും ഒരു പ്രത്യേകതയാണ്. എന്താണ് അത്തരമൊരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ ഈ ക്രൈം നോവലുകൾ എഴുതാനുള്ള ഒരു കാരണം? ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞാൻ എഴുത്തിന്റെ പാതയിലേക്ക് കടക്കുന്നത്. ഞാൻ 56 വയസ്സാവുമ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തു. ആ കാലഘട്ടത്തിലൊന്നും ഞാൻ എഴുതിയിരുന്നില്ല. പക്ഷെ റിട്ടയർ ചെയ്തപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടൊരു കടുത്ത ഒരു ഏകാന്തത എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ എങ്ങോട്ടും പോകാനില്ല, പ്രത്യേകിച്ച് ഒരു ജോലിയും ചെയ്യാനില്ല. ആ കാലഘട്ടത്തിൽ 2020 ആണ് നമ്മുടെ കോവിഡ് പ്രത്യക്ഷപ്പെടുന്നത്. ഞാൻ 2019 ഓഗസ്റ്റിലാണ് റിട്ടയർ ചെയ്യുന്നത്. അപ്പോ 2020 തുടക്കത്തിൽ കോവിഡും വന്നു. 2020 മാർച്ച് ആയതോടുകൂടെ ലോക്ക്ഡൌണും പ്രഖ്യാപിച്ചു. ഇപ്പൊ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത ആ ഒരു കടുത്ത ഒരു ഏകാന്തതയെ എങ്ങനെ അതിജീവിക്കും എന്നുള്ളതിന്റെ ഒരു ചിന്തയിൽ നിന്നാണ് എഴുത്ത് ഒരു മാർഗമായി ഞാൻ തെരഞ്ഞെടുക്കുന്നത്. എന്തെഴുതണം എന്നാണ് ആലോചിക്കുമ്പോഴാണ് പണ്ട് ഒരു 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ഒരു കാലഘട്ടത്തില് എന്റെ വായനയുടെ പുഷ്കലകാലമായിരുന്ന ആ കാലഘട്ടത്തിൽ ഞാൻ വായിച്ച പുസ്തകങ്ങൾ ഓർത്തെടുക്കുമ്പോൾ അന്ന് ഏറ്റവും പ്രാധാന്യം കൊടുത്ത് വായനയിലേക്ക് എന്നെ കൈപിടിച്ചു കൊണ്ടുവരുന്നത് കുറ്റാന്വേഷണ നോവലുകളായിരുന്നു. അതുകൊണ്ട് തന്നെ എഴുതുന്നതും ഒരു ക്രൈം തന്നെ ആയിക്കോട്ടെ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ക്രൈം കഥകളാണ് എഴുതി തുടങ്ങുന്നത്. ക്രൈം നോവലുകളിൽ ആരാണ് പ്രിയപ്പെട്ട എഴുത്തുകാരൻ, അല്ലെങ്കിൽ ഏതാണ് ആ പ്രിയപ്പെട്ട എഴുത്തുകൾ? സത്യത്തില് മലയാളത്തില് ഞാനൊക്കെ വായന തുടങ്ങിയിരുന്ന 1970-കൾ 80-കളുടെ കാലഘട്ടത്തിലൊക്കെ തന്നെ കോട്ടയം പുഷ്പനാഥനെ പോലെയുള്ള നീലകണ്ഠൻ പരമാരയെ പോലെയുള്ള എഴുത്തുകാരായിരുന്നു മലയാളത്തില് കുറ്റാന്വേഷണ നോവലുകൾ എഴുതിയിരുന്നത്. പിന്നീട് 1980-കളുടെ അവസാനത്തോടുകൂടെ കുറ്റാന്വേഷണ നോവലുകൾക്കൊക്കെ വലിയ പ്രാധാന്യം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ മലയാളത്തിൽ കണ്ടിട്ടുണ്ട്. 2015-20 കാലഘട്ടങ്ങളിലാണ് പുതിയ തരത്തിലുള്ള ഭാവുകത്തോടുകൂടി പുതിയ ജനറേഷനിലുള്ള ആളുകളെയും കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള കുറ്റാന്വേഷണ നോവലുകൾ പുറത്തിറങ്ങുന്നത്. ലാജ ജോസ്, ശ്രീപാർവതി തുടങ്ങിയവരൊക്കെ ഇത്തരം പുസ്തകങ്ങളിലൂടെ മുന്നോട്ട് വന്നപ്പോൾ കേരളത്തിൽ പുതിയ ഒരു വലിയ തലമുറ കുറ്റാന്വേഷണ നോവലുകളുമായിട്ട് മുന്നോട്ട് വന്നു. കേരളത്തിലെ അടുത്ത കാലത്തായിട്ട് കുറ്റാന്വേഷണ എഴുത്തില് പുതിയ പുതിയ പരീക്ഷണങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്ന നിരവധി പേരുണ്ട്. ഡോക്ടർ ആർ രജതുണ്ട്, മായാകിരൺ ഉണ്ട്, ശ്രീപാർവതി ഉണ്ട്, നിഖിലേഷ് മേനോൻ ഉണ്ട്, രഞ്ജു ഗിലുമാനൂരുണ്ട്. അതേപോലെ തന്നെ പണ്ടും ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്ന അൻവർ അബ്ദുള്ള ഉണ്ട്. അങ്ങനെ നിരവധി ആളുകള് നമ്മുടെ കുറ്റാന്വേഷണ നോവൽ രംഗത്ത് സജീവമായിട്ട് നിലകൊള്ളുന്നുണ്ട്. അവരുടെയൊക്കെ തന്നെ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടുള്ള ഒരു ആവേശത്തോടു കൂടെ തന്നെയാണ് ഞാനും പുസ്തക രചനയിലേക്ക് കടന്നിട്ടുള്ളത്.